കോഴിക്കോട് ബസ്സിൽ വെച്ച് സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനിയെ ഓടിച്ചിട്ട് പിടികൂടി. എരിഞ്ഞിപ്പാലത്ത് വെച്ചാണ് സംഭവം. സാഹസികമായി മോഷ്ടാവിനെ പിടികൂടി. മിഥു ശ്രീജിത്ത് എന്ന യുവതിയാണ് പിടികൂടിയത്. ജോലിക്ക് പോകുന്ന ഈ സ്ത്രീയും ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റു സ്ത്രീകളും എരിഞ്ഞിപ്പാലത്ത് ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മാല കാണാനില്ല എന്ന വിവരം മനസ്സിലായത്. ആ സ്ത്രീ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അപ്പോൾ തന്നെ കണ്ടക്ടറോട് പറയുകയും ഉള്ളിൽ ബസ്സിൽ കയറി ചെക്ക് ചെയ്യുകയും ചെയ്തു. ചേച്ചിയുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു തമിഴ്നാട് സ്വദേശിനിയായിരുന്ന ഒരു സ്ത്രീയാണ് തൻ്റെ മാല മോഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തമിഴ്നാട് സ്വദേശിനി തന്നെ പിടികൂടും എന്ന് മനസ്സിലാക്കി മാല താഴേക്കിട്ട് ഓടാൻ ശ്രമിച്ചു. ഒരുപാട് ആൾക്കാർ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞു. പോലീസിനെ വിളിക്കുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീ എല്ലാവരെയും ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. റോഡ് ക്രോസ് ചെയ്ത് ഓടുമ്പോൾ പിന്നാലെ തന്നെ മിഥു ശ്രീജിത്ത് എന്ന ഈ സ്ത്രീയും ഓടി അവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. ആ ഒരു സ്ത്രീ ഇനി മറ്റാരോടും ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ വേണ്ടിയും ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അത് പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാനാവുന്നതിനേക്കാൾ വലുതായതുകൊണ്ടും അവരുടെ സ്വർണം അവർക്ക് എത്ര കഷ്ടപ്പെട്ടാണ് വാങ്ങിയത് എന്നൊരു ബോധം ഉള്ളതുകൊണ്ടുമാണ് ഈ ഒരു സാഹസത്തിന് അവർ ഒരുങ്ങിയത്. ആ സ്ത്രീ സാമൂഹ്യ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, റോഡിൻ്റെ നടുവിൽ കൂടി ഓടുന്ന സമയത്ത് റോഡോ വാഹനമോ അപകടമോ നോക്കാതെ തൻ്റെ ലക്ഷ്യം ആ ഒരു തമിഴ്നാട് സ്വദേശിനിയായ ആ സ്ത്രീയുടെ ദേഹത്ത് മാത്രമായിരുന്നു. അവരെ പോലീസിനെ പിടിച്ചു കൊടുത്തപ്പോഴാണ് അവർക്കത് സമാധാനമായത്. ഈ ഒരു സംഭവത്തിന് ശേഷം പോലീസും മാല നഷ്ടപ്പെട്ട സ്ത്രീയും അതുപോലെ തന്നെ നാട്ടുകാരും അവരെ ഒരുപാട് അഭിനന്ദിച്ചു. ഇതുപോലുള്ള പൗരന്മാർ ഇനിയും ഈ നാടിന് ഉണ്ടാവട്ടെ എന്ന് അഭിനന്ദിച്ചു.